സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ എന്താ സംഭവം എന്ന്. വേറൊന്നുമല്ല, പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് പോണ ജെറിൻ ബസ്സാണ് ഈ കാണുന്നത്. ആ വണ്ടി പാലക്കാട് കാഴ്ചപ്പറമ്പ് കണ്ണാടി സ്കൂളിന് മുമ്പിൽ നിർത്തി വിദ്യാർത്ഥികളെ കയറ്റിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് വണ്ടി തടഞ്ഞു നിർത്തുന്ന ഒരു സീനാണിത്. ഒന്നാമത് ലിമിറ്റഡ് സ്റ്റോപ്പിന് അവിടെ സ്റ്റോപ്പില്ല. പിന്നെ ഇതോടെയും കാണുക, ഇതിനകത്ത് ഇനി എവിടെയാണ് വിദ്യാർത്ഥികളെ കയറ്റാൻ സ്ഥലം? വിദ്യാർത്ഥി പോട്ടെ, ഒരു ഈച്ചക്കുഞ്ഞിനെ കയറിയിട്ട് എവിടെയാണ് സ്ഥലം? ഇനി ഡോറടയ്ക്കൊന്നും വേണ്ട. ഇതിന് ഈ പറഞ്ഞ സ്കൂൾ കഴിഞ്ഞ് തൊട്ട് മുമ്പിൽ ക്യാമറയാണ്. ആ ക്യാമറയിൽ പെട്ട് കഴിഞ്ഞാൽ ചാർജാണ് 1000-500 തോന്നിയ പോലെ ചാർജ് കിട്ടണേ. ഈ മാഡം തന്നെ പറയുന്നുണ്ട് ഇവിടെ നിർത്തി വിദ്യാർത്ഥികളെ കയറ്റാത്ത എന്താ നിങ്ങളെന്ന്. അപ്പോൾ കണ്ടക്ടർ വിളിച്ചുകൊണ്ട് പോയി മാഡം ഇങ്ങോട്ട് വരൂ, ആ സൈഡിലേക്ക് ഒന്ന് കാണിച്ച് എന്ന് പറഞ്ഞിട്ട് ആൾ വിളിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ വിദ്യാർത്ഥികളെ കയറ്റിയിട്ടില്ല എന്നാണ് പറയണമെങ്കിൽ ഇതിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് CCTV ആട്ട വണ്ടിയിലുള്ളേ ഇത് കാണുമ്പോൾ മനസ്സിലാക്കാം. വണ്ടി പാലക്കാട് നിന്ന് പോണു, എല്ലാ സ്റ്റോപ്പിൽ നിന്ന് പിള്ളേർ കയറ്റിനെ വരണേ. ആ വണ്ടി വരുമ്പോൾ തന്നെ അതിൻ്റെ പിള്ളേർ നിൽക്കുന്ന വണ്ടിയിലുള്ളിലേക്ക് നോക്കിയാൽ കാണാം. ഓരോ സ്റ്റോപ്പിൽ നിന്ന് വണ്ടിയിൽ ഇത്ര പിള്ളേരെ വെച്ചൊരുക്കുന്നുണ്ട്. ഇത്ര പിള്ളേർ നല്ല സ്റ്റോപ്പിലുള്ളവരെ കയറ്റിട്ടുണ്ട്. അവിടെ നിന്ന് പോന്നു അടുത്തത് സ്റ്റോപ്പിൽ നിന്ന് കാഴ്ചപ്പുറമ്പ് ബസ് സ്റ്റോപ്പായിട്ടായി കാണണേ. കാഴ്ചപ്പുറമ്പ് ബസ് സ്റ്റോപ്പിൽ നിർത്തിയുള്ള പിള്ളേരെ കയറ്റിയിട്ടാണ് വരുന്ന വിദ്യാർത്ഥികളെ. അത് കഴിഞ്ഞത് സ്കൂളിൻ്റെ മുമ്പിൽ വെച്ചിട്ട് വണ്ടി അടഞ്ഞ് കയറണമെന്ന് പറഞ്ഞിട്ട് കാണുന്ന അങ്കാളി കാണണേ. അവൻ പിള്ളേരെ കയറ്റിയിട്ടുമുണ്ട് കണ്ടക്ടർ അതിനകത്ത്. നോക്ക്, ഇതിനകത്ത് ഇനി കയറാൻ പറ്റാണ്ട് തള്ളി തിക്കി തിരിഞ്ഞ പിള്ളേർ നിൽക്കണേ. ഇതിനകത്തേക്ക് ഇനി എവിടെ ഈ വണ്ടിയിൽ കയറാൻ സ്ഥലം? പിന്നെ ഇതൊന്നുമല്ല തമാശ, അവിടെ ലിമിറ്റഡ് സ്റ്റോപ്പിന് സ്റ്റോപ്പില്ല. കാഴ്ചപ്പറമ്പിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വന്ന് അവിടെ നിന്നാണ് വിദ്യാർത്ഥികൾ കയറാറ്. കഷ്ടി ഒരു 100-150 മീറ്റർ നടക്കാനുള്ള ദൂരം അവിടെ വന്ന് വേണം കയറാൻ. ഇതിപ്പോൾ നിങ്ങൾ കാണുക, ഈ വണ്ടി തടഞ്ഞ സമയത്ത് തന്നെ എത്ര വണ്ടി അതിലേക്ക് കടന്നു പോകണമെന്ന്. പള്ളിത്തേക്ക് പേര് പറയണില്ല, എത്രയോ വണ്ടികൾ കടന്നു പോകണമെന്നറിയോ. ബസ്സുകളില്ലാത്തൊരു പ്രദേശമാണെങ്കിൽ കുഴപ്പമില്ല. 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് ഗ്യാപ്പ് ഇടവിട്ട് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും അതേപോലെ ലോക്കൽ സ്റ്റോപ്പും സർവീസ് നടത്തുന്ന റൂട്ടാണ് തൃശ്ശൂർ പാലക്കാട്. അവിടെ നിന്ന് കണ്ട പിള്ളേരെ എല്ലാം കയറ്റിയിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ഒരു മര്യാദയാണ്. ഒന്നാമത് അതൊരു ചെറുവണ്ടിയാണ്, 38 സീറ്റ് വണ്ടിയാണ്. ഈ ഒരു വണ്ടിയെ ആശ്രയിച്ച് എത്രയോ പേര് യാത്ര ചെയ്യണമെന്നറിയോ. തൃശ്ശൂർ പാലക്കാട് മാത്രമല്ല, തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ചെന്ന് നേരെ ഓട്ടുപാറ വടക്കാഞ്ചേരി ചേലക്കര വഴി ഇളനാട്ടിക്കുള്ള വണ്ടിയാണ് അത്. 8 മണിക്കാണ്ട് പോണ ലാസ്റ്റ് വണ്ടി അങ്ങോട്ട് ഇളനാട്ടിക്ക്. ഈ വണ്ടി ഇവരുടെ കുറേ നേരത്തെ കലാപരിപാടികളും കാര്യങ്ങളും കഴിഞ്ഞ ശേഷം പോലീസുകാർ വന്നു കാര്യങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങളൊരു കാര്യം ചെയ്തോ, വണ്ടി എടുത്ത് പൊക്കോ, ബാക്കി നമുക്ക് സംസാരിക്കാം ചെയ്യാമെന്ന്, എന്താ വെച്ചാൽ വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വണ്ടി പറഞ്ഞു വിട്ടു. ഇത് പാർക്ക് എന്തുണ്ടായി, ഈ വണ്ടിയിലെ ആശ്രയിച്ച് വരുന്ന കുറേ പേർക്ക് വീടുകളിലേക്ക് പോകാനും ഒന്നും പറ്റാണ്ട് മറ്റ് മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ചേലക്കരയിൽ നിന്ന് ഇളനാട്ടിക്ക് ബസ്സിന് 10-23 രൂപ വഴിയാകുന്നുണ്ട്. അവിടേക്കുള്ളൊരു ചേലക്കര ഇറങ്ങി തൃശ്ശൂരിൽ 40 രൂപ കൊടുത്ത് ചേലക്കര പോയി ചേലക്കരയിൽ നിന്ന് 10-300 കൊടുത്ത് വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. കാരണം തൃശ്ശൂർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളനാട്ടിക്ക് വണ്ടിയില്ലാന്നുള്ളൂ, ചേലക്കരയ്ക്ക് വേറെ വണ്ടികളുള്ളതാണ് ആ റൂട്ടിൽ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂർക്കുള്ള ഒരു ട്രിപ്പും പോയിട്ടുണ്ട്, അവിടെ നിന്ന് ഇളനാട്ടിക്കുള്ള ട്രിപ്പും പോയിട്ടുണ്ട്. ഒരേ സമയം തന്നെ 10 വണ്ടി ഞങ്ങൾ അവരെ കടന്നും പോയിട്ടുണ്ട്. ഇതിൻ്റെ നഷ്ടമൊക്കെ ആര് സഹിക്കും? ആരാ വഹിക്കുക? എവിടെ ആരിതൊക്കെ നോക്കണേ? എല്ലാവർക്കും അതിനെ പ്രൈവറ്റ് ബസ്സുകാരെ നെഞ്ചത്തേക്ക് കയറാനുള്ള സമയമുള്ളൂ. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പറയാം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാണ്. ഇത് ഇവിടെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസുകാരെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സുഗമമായിട്ട് എല്ലാ വണ്ടിയിലും ഇത്രശ്ശെ പിള്ളേരെ വെച്ച് കയറ്റി വിട്ട് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാക്കാണ്ട് നോക്കാൻ അവർക്ക് കഴിയും. ഇവരങ്ങനെയല്ല, വൈകുന്നേരം എങ്ങനെ എത്രയും പെട്ടെന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകണം. അപ്പോൾ ആദ്യം വരുന്ന വണ്ടിയിൽ എല്ലാവരും ഇങ്ങോട്ട് കുത്തി കയറ്റുക. പെട്ടെന്ന് 3 വണ്ടിയിൽ നിറച്ച് വിട്ട് കഴിഞ്ഞാൽ അവരെ പരിപാടി കഴിഞ്ഞാൽ അവർക്ക് അടുത്ത കാര്യം നോക്കി വീട്ടിൽ പോകാമല്ലോ. എല്ലാവരും അവനവൻ്റെ സൗകര്യം നോക്കി ചെയ്യുക. ആദ്യം പറഞ്ഞാൽ അതിൻ്റെ അറിയാവണു, ഇതേ ബാക്കിൽ ഇപ്പോൾ എത്ര വണ്ടികൾ കടന്നുപോയി. ഈ സ്റ്റുഡൻറ്റ് ഫെസിലിറ്റി കമ്മിറ്റി എന്ന് പറയണതും അതേപോലെ തന്നെ സ്കൂൾ PTA SPC അങ്ങനെ എന്തോരം കാര്യങ്ങളുണ്ട് സ്കൂളിൽ. ഈ ബസ്സിന് കൊടി പിടിക്കാൻ നിൽക്കുന്ന സമയം കൊണ്ട് ഇത്ര വെച്ച് അവർ ഓരോ ദിവസം ഓരോ ഡ്യൂട്ടി എടുത്തിട്ട് ഇത്ര ഒരു വണ്ടി വരുമ്പോൾ ഇത്ര പേരെ കയറ്റി വിടുക, അവർ വരില്ല ലൈൻ നിർത്തി കയറ്റി വിടുക. ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത്ര തിരക്ക് ഇവിടെ അനുഭവപ്പെടാൻ ഒരു ഇതുണ്ടാവില്ലായിരുന്നു. ആ അവസാനം വണ്ടിയിലെ യാത്രക്കാർ വരെ ഇറങ്ങി സംസാരിച്ചു തുടങ്ങി, കാരണം അവർക്ക് വീട്ടിലേക്ക് പോകണേ. ഈ വണ്ടിയിൽ ഒട്ടുമിക്കതും സ്ഥിരക്കാർ 80% സ്ഥിരം യാത്ര ചെയ്യണവരാണ്. അവർക്ക് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അവസാനം അവരെന്നെ ഇറങ്ങി വന്ന് സംസാരിച്ചു തുടങ്ങി. നമ്മളൊക്കെ നമ്മുടെ പിള്ളേരെ പഠിക്കാനല്ലേ വിടണേ?
പിന്നെ ഈ കാഴ്ചപ്പറമ്പ് സ്റ്റോപ്പിൽ നിന്ന് കയറി തൊട്ടപ്പുറത്ത് കാണുന്ന പാലത്തിൻ്റെ ഇടയിലുള്ള വടക്കുമുറി ബസ് സ്റ്റോപ്പ്, അതിൻ്റെ അപ്പുറത്തേക്കുള്ള കണ്ണന്നൂർ സ്റ്റോപ്പ്, കുഴൽമന്ദം, ഈ 3 സ്റ്റോപ്പ് അടുപ്പിച്ചുള്ള സ്റ്റോപ്പുകളാണ്. അതിൽ കണ്ണന്നൂരും കുഴൽമന്ദം നമുക്ക് കുഴപ്പമില്ല, ദൂരം കൂടാ നോക്കാം. ഈ വടക്കുമുറി എന്ന് പറയുന്നത് ഈ കാഴ്ചപ്പറമ്പേക്ക് നടക്കണം അതേ ദൂരമാണ് വടക്കുമുറിക്ക് നടക്കാനുള്ളത്. ഇത് ബസ്സിൽ കയറിയിട്ട് അവരെന്നെ ബെല്ലടിച്ച് നിർത്തിയില്ലെങ്കിൽ ഉളിയും ബഹളം ഉണ്ടാക്കുക. നിർത്താട് ആരും പോകാറില്ല, കാരണം കയറ്റി കഴിഞ്ഞിറക്കണം. അത് പിന്നെ ആരുടെ ഭാഗത്ത് നമ്മൾ ന്യായവും പറയാനില്ല അന്യായവും പറയാനില്ല. ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്രക്കാരോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ആരാണെങ്കിലും ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറക്കി കൊടുക്കാൻ തന്നെ വേണം. ഇതിപ്പോൾ ഈ വണ്ടി തടഞ്ഞത് മൂലം ആർക്കാ നഷ്ടം ഉണ്ടായേ? ഇവൻ്റെ ട്രിപ്പ് പോയി, അവൻ്റെ ഒരു ദിവസത്തെ ശമ്പളത്തിൻ്റെ ഭാഗം കട്ടായി. പിന്നെ ഒരു വിദ്യാർത്ഥികളുടെ ആറ്റിറ്റ്യൂഡല്ല ഇവർ കാണിക്കണേ. കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ളൊരു ഇതുമില്ല. വിദ്യാർത്ഥികളെ കയറ്റാണ്ട് ഒറ്റ വണ്ടി നമ്മുടെ ലൈനിൽ സർവീസ് നടത്തണില്ല. കാരണം പഴയ പോലെയൊന്നല്ല, എല്ലാ സ്റ്റോപ്പിൽ നിന്നും കുറേശ്ശെ വിദ്യാർത്ഥികളെ വെച്ച് കയറ്റിയിട്ട് നമ്മൾ പോകുന്നത്. പണ്ടത്തെ വലിയ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോലും ലോഡായി കഴിഞ്ഞാലും വണ്ടി ഓടിച്ചെത്തിക്കാം. ഇത് ഈ വണ്ടി 50 കിലോമീറ്ററിൽ കട്ടാ, സ്പീഡ് കൗണ്ടർ 50 കിലോമീറ്ററിൽ സെൻസറാണ് വണ്ടി, കട്ടാണ്. ഇതും വെച്ചിട്ട് ഫിറ്റിലോട് പിള്ളേരെയും വെച്ച് വണ്ടി ചവിട്ടിയാൽ നിൽക്കണ്ടേ? കയറ്റിയാൽ മാത്രം മതിയോ? ഈ സാധനം കാല് കൊടുത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇവർ ചോദിക്കില്ലേ? ഇത് തന്നെയാണോ ചോദിക്കുക? ഈ പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കണം, നിങ്ങളെന്തിന് ഇത്ര ആൾക്കാരെ കയറ്റി കുത്തിയറച്ച് കൊണ്ടുപോയി കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതല്ല അങ്ങനെയാണ് ഇങ്ങനെ ആനയാണ് ചേനയാണ് കുതിരയാണെന്ന് കുറേ കാര്യങ്ങളൊക്കെ പിന്നീട് വരും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ മെക്കിട്ട് തന്നെ, കയറ്റാണ്ട് പോയാലും നമ്മുടെ മെക്കിട്ട് തന്നെ എല്ലാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പാലക്കാട് സൗത്ത് സ്റ്റേഷനിൽ പോയി അവൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. CI പരാതി പോലും വാങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതെന്താ? നമ്മളും മനുഷ്യരല്ലേ? ബസ്സുകാരെന്ന് പറഞ്ഞത് മനുഷ്യന്മാരല്ല. നമ്മുടെ പരാതി വേണ്ട, നമ്മളെ തല്ലിക്കഴിഞ്ഞാൽ പരാതിയില്ല, നമ്മൾ തല്ലുകൊണ്ടാൽ പരാതിയില്ല. ആ സമയത്ത് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പരാതിയായി. നമ്മൾ മനുഷ്യന്മാരനല്ലേ, നമുക്കും വലിയ പ്രഷറും ദേഷ്യവും ഇമോഷൻസൊന്നും. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്താലും യൂട്യൂബ് എടുത്താലും ആദ്യം തന്നെ കണ്ടുവരുന്നൊരു ഒരു പ്രതിഭാസം പോലെയാണ് ബസ്സിൻ്റെ അമിത വേഗത, ബസ്സിൻ്റെ ഓവർ സ്പീഡ്. അങ്ങനെ ഓടിച്ചു, അപകടകരമായ വിധം വണ്ടി ഓടിച്ചു. ഇതെങ്ങനെ ഇതേപോലത്തെ ഓരോ അഭ്യാസം കഴിഞ്ഞിട്ടില്ല പറഞ്ഞാൽ ആ വണ്ടി ഇപ്പോൾ എത്ര നേരം അവിടെ ബ്ലോക്കല്ല വൈകി. ഇനി അത് സമയത്തിന് ഓടി എത്തണം. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റണമെങ്കിൽ ഇതേപോലെ പോയാലേ പറ്റുള്ളൂ. ഈ കാണുന്ന വിദ്യാർത്ഥികൾ ഒരാൾ പോലും നല്ല രീതിയിൽ സംസാരിച്ചിട്ടില്ല. എല്ലാവരും വളരെ മോശമായിട്ട് അങ്ങനെ പോയാൽ തന്നെ വീഡിയോ എടുത്തിടാനായിട്ട് വേറെ ആൾക്കാർ എല്ലാ ബസ്സിലും അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരുടെ ജീവനക്കാർ മര്യാദയായി പെരുമാറിയാൽ ഈ നമ്പറിൽ ഇവിടെ വീഡിയോ വരുമ്പോൾ അപ്പുറത്ത് 2 വീഡിയോ. നമ്മൾ ഈ വണ്ടി സ്റ്റേഷനിൽ കിടക്കുക, ഡ്രൈവർ വന്ന് നമ്മൾ ജീവനക്കാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടൊക്കെ ആരെ വിളിച്ച് ഇവർ അറിയിക്കുക. നമ്മൾ കൊടുക്കുന്ന പരാതി പോലും സ്വീകരിക്കാൻ അവർ തയ്യാറല്ല എന്ന്. പിന്നെ നമ്മൾ ആരെടുത്ത് പോയി പരാതി പറയും? ഇതിനൊക്കെ കാരണക്കാരിപ്പോൾ ആരാ? ബസ്സുകാരാണോ? ഈ വണ്ടി അവിടെ നിന്ന് പോരുമ്പോൾ കാഴ്ചപ്പറമ്പ് തൊട്ട് നോക്കിക്കോ, കാഴ്ചപ്പറമ്പ് റോഡ് പൊളിച്ചിട്ടിട്ട് അവിടുത്തെ ബ്ലോക്ക്. KSRTCക്ക് ഫാസ്റ്റ്, TT, സൂപ്പർ ഒഴിച്ചിട്ട്, സൂപ്പർ നമുക്കറിയില്ല, എനിക്ക് വ്യക്തമായിട്ട് ധാരണയില്ല. എല്ലാ വണ്ടിയും സർവീസ് റോട്ടിൽ കൂടെ സർവീസ് നടത്തുന്നത് തന്നെ പറയണത്. ഇവർ മേളിൽ കൂടെ അവിടെ ഇതിലേക്ക് തോന്നിയ പോലെ സർവീസ് നടത്തി പോകണം. നമ്മൾ ആ സമയത്ത് 1956 ഹമ്മും ചാടി ഇരുമിയൂർ എല്ലാ സർവീസ് റോഡിൽ കൂടെയും താഴ്ത്തി കൂടെ വരുന്നു. ആലത്തൂർ ടൗണിലേക്ക് കയറണം, 2 സൈഡിലും പാർക്കിങ്ങാണ്. ആലത്തൂർ ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് വണ്ടി റൈറ്റ് തിരിഞ്ഞ് ലിങ്ക് റോഡ് വന്ന് ക്രസൻറ്റ് കഴിഞ്ഞ് 1 വേ കയറി സ്റ്റാൻഡിലേക്ക് കയറി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി 3 മിനിറ്റ് കൊണ്ട് പഴയ സ്റ്റാൻഡ് പാസ് ചെയ്യണം. ആലത്തൂരിത് 2 സൈഡിലും വാഹനങ്ങളുടെ പാർക്കിങ്, ലോഡറക്കാൻ വന്നവർ, കച്ചവടക്കാർ, ഇതിൻ്റെ ഇടയിലൊക്കെ കൂടി 3 മിനിറ്റിൽ വണ്ടി പാസ് ചെയ്യാൻ വേണം. ഒരു ഹോൺ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തല്ലി കിട്ടിയില്ലെങ്കിൽ ഭാഗ്യം. കാലത്ത് ബാക്കിയൊക്കെ ശീലമായി പ്രതികരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നേരം വീട്ടിൽ കയറുന്നത് 11 മണി 11:30 ആകുമ്പോഴാണ്. എല്ലാ ജോലിക്കും 8 മണിക്കൂറും 10 മണിക്കൂറും 12 മണിക്കൂറുടെ ജോലി കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ജോലി ഭാരെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഇതും പറയുണ്ടാവും, മര്യാദയ്ക്ക് പഠിച്ച് നിനക്ക് നല്ലൊരു ജോലി വാങ്ങായിരുന്നില്ലേ എന്നൊക്കെ. എന്ന് വെച്ച് ബസ് ജീവനക്കാരും പഠിക്കാത്തവരാണോ? പഠിപ്പില്ല ആർക്കും. എൻ്റെ അവിടെ തന്നെ എത്രയോ പേര് ഡിഗ്രിയും കഴിഞ്ഞ് PG കഴിഞ്ഞിട്ട് വണ്ടിയിൽ ജോലി എടുക്കുന്നവർ നമ്മുടെ കുറേ കൂട്ടുകാരനുണ്ട്, പഠിച്ചിട്ട് ജോലി കിട്ടാത്തവർ. പിന്നെ ഒരു ഫാഷനായിട്ട് ഡ്രൈവിംഗ് ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കണവർ, ബസ്സിനോട് ഇഷ്ടമുള്ളവർ, അങ്ങനെ കുറേ പേരുണ്ട്. ഇപ്പോൾ ഈ ബസ്സിനോട് ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല.
ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾക്കും ഇതിനൊന്നും ഒരു കുറവുമില്ല ഇപ്പോഴും. എന്നാലും നമ്മുടെ കാര്യങ്ങൾ നല്ല ശമ്പളം, ബാക്കി എന്ത് ജോലിയാണെങ്കിലും ശമ്പളം കിട്ടണ ഒരു ഇത് കാരണം നമ്മൾ പിടിച്ച് നിൽക്കണതാ. ഇത്ര ഉള്ളു എനിക്ക് പറയാനായിട്ട്, വേറെ ഒന്നുമല്ല. ബസ്സുകാരൻ നെഞ്ചത്തേക്ക് വന്ന് കയറാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ബുദ്ധിമുട്ടുകളോട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, നിർത്തുന്നു.